ഓക്കെ, ഐൻസിൽബിക് എന്ന് പറയുന്നു കഴിഞ്ഞാൽ മോണോ ആണ്, എപ്പോഴും ഒറ്റയ്ക്ക് വരുന്ന ഒരു ശബ്ദമാണ്. എന്നത്തെയും പോലെ ഇന്നും ഒരു കഥയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ കഥയിലെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കഥ പറയണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നിങ്ങൾക്കറിയാം, ദ്രോണാചാര്യർ പഞ്ചപാണ്ഡവന്മാരെ ട്രെയിൻ ചെയ്യിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുപോലെ തന്നെ കർണനെ പരശുരാമൻ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അങ്ങനെ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ഒരു വലിയൊരു പുറകിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഗുരു ശിഷ്യൻ്റെ കഥയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഗുരുവും കുറച്ച് ശിഷ്യന്മാരുമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഗുരു ശിഷ്യ സമ്പ്രദായത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗുരു ഒത്തിരി നാളായല്ലോ ഞങ്ങൾ ഗുരുവിൻ്റെ കീഴിൽ ഇങ്ങനെ വിദ്യകളൊക്കെ അഭ്യസിക്കുന്നു, എനിക്ക് ഒരു മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കേട്ടപ്പോൾ ഗുരു ശിഷ്യനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നാളെ വരുമ്പോൾ നിനക്ക് എടുക്കാൻ പറ്റുന്ന വലുപ്പമുള്ള ഉരുണ്ട ഒരു പാറക്കല്ലും കൊണ്ട് വരാനായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ശിഷ്യൻ പിറ്റേ ദിവസം രാവിലെ ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു പാറക്കല്ലുമായിട്ട് വരിക. പാറക്കല്ല് കാണിച്ചിട്ട് പറഞ്ഞു, ഗുരു ഇന്ന് അങ്ങ് പറഞ്ഞതുപോലെ ഒരു പാറക്കല്ല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഉരുണ്ട ഒരു പാറക്കല്ലാണ്. അപ്പോൾ ഗുരു ശിഷ്യനോട് പറയാണ്, നീ ചെയ്യേണ്ടത് ഈ ഒരു പാറക്കല്ല് കുറച്ച് മുകളിൽ കയറി ഒരു ചെറിയ ഉയരം കൂടിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാനായിട്ട് പറയാണ്. അങ്ങനെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യൻ ഈ പാറക്കല്ലും കൊണ്ട് പുറത്തു പോയി ഒരു ഉയരം കൂടിയ സ്ഥലത്ത് വെച്ച് ശിഷ്യൻ തിരിച്ച് ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ ഒരു കല്ല് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. അതിനുശേഷം ഒരു 1 മണി 1:30 ആയപ്പം ശിഷ്യനോട് ഗുരു പറയാണ്, നമുക്ക് ആ കല്ലിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ ഈ പറയുന്ന ശിഷ്യന്മാരോടൊപ്പം ഈ പറയുന്ന ഗുരു അവരുടെ അടുത്തേക്ക് നടന്നു പോയി ആ കല്ലിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഈ കല്ലിലേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് ഈ കല്ലിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഉരുണ്ട കല്ല് പുറത്ത് വെച്ച് എന്ത് മാറ്റം ഉണ്ടാവണേ, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ശിഷ്യൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇതിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഗുരു. ഓക്കെ, എങ്കിൽ നീ ആ കല്ല് എനിക്കൊന്ന് എടുത്തു തരാമോ എന്ന് പറയാണ്. അപ്പോൾ ആ കല്ല് എടുക്കാനായിട്ട് ശിഷ്യൻ കൈ അതിൽ വച്ച ഉടനെ തന്നെ കൈ പൊള്ളി അദ്ദേഹം കൈ പിൻവലിക്കുന്നുണ്ട്. എന്നിട്ട് ആ ശിഷ്യൻ പറയുന്നുണ്ട്, അത് എടുക്കാൻ പറ്റുന്നില്ല ഗുരു, നല്ല പൊള്ളിയിരിക്കുന്ന ചൂട് പിടിച്ചിരിക്കുന്ന ഒരു കല്ലാണെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിർത്തിയിട്ട് ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് തുടക്കത്തിൽ ഒന്നിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല, പക്ഷെ ആ കല്ലെങ്ങനെയാണ് ചൂട് പിടിക്കുന്നുണ്ട്. ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയമെടുക്കും. ഒരു വ്യക്തിയിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ സമയമെടുക്കും. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ജർമ്മൻ പഠിക്കാനായിട്ട് A1 തൊട്ട് തുടങ്ങിയവരായിരിക്കും. A1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തുടക്കത്തിൽ എനിക്കിത് പറ്റുന്നില്ലല്ലോ, എനിക്കൊരു മാറ്റം വരുന്നില്ലല്ലോ, പഠിക്കാൻ പറ്റില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന കല്ല് ഈ കാണുന്ന വെയിലെല്ലാം കൊണ്ട്, ഈ കാണുന്ന മഴയെല്ലാം കൊണ്ട് ഈ പറയുന്ന കല്ലിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ വർഷങ്ങൾ സമയമെടുക്കും. അങ്ങനെ അത് മണ്ണായി ആ പ്രകൃതിയോട് ചേരുന്നൊരു സമയം. ലൈക്ക് വൈസ് നമ്മൾ A1 പഠിക്കുന്നു, A1 ഓരോ ചാപ്റ്റർ കടന്നു പോകുന്നു, A2 പഠിക്കുന്നു, B1 പഠിക്കുന്നു, അങ്ങനെ പഠിച്ച് വരുമ്പം ഈ പറയുന്ന കല്ലിന് ട്രാൻസ്ഫോർമേഷൻ പോലെ നമുക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. നമ്മൾ ജർമ്മൻ ഭാഷയിൽ അലിഞ്ഞു തീരുന്ന ഒരു സമയം വരും. സോ പറയേണ്ടത് ഇതാണ്, ആ വെയിലും മഴയും കൊള്ളണം. അതായത് നമ്മൾ റെഗുലറായിട്ട് പഠിക്കണം, റെഗുലറായിട്ട് ഇതിനു വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഹാർഡ് വർക്ക് എടുക്കണം. നമ്മുടെ ആ ഒരു ഡിറ്റർമിനേഷൻ, നമ്മൾ ആ എടുക്കുന്ന ആ ഒരു തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് തുടർന്ന ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന ജർമ്മൻ പ്രൊനൗൺസിയേഷൻ്റെ 3rd പാർട്ടിൻ്റെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. ഇറ്റ്സ് ഹിയർ ദ അൾട്ടിമേറ്റ് കീ ടു ജർമ്മൻ പ്രൊനൗൺസിയേഷൻ. 2 പാർട്ട് നമ്മൾ കടന്നുപോയി, 3ാമത്തെ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് 3 സെൻറ്റൻസുകളാണ്. ഈ 3 സെൻറ്റൻസിൽ ആദ്യത്തെ സെൻറ്റൻസ് ഞാനത് വായിക്കുകയാണ്. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഹിയർ, ഹാൻസ് വോൺസ് ഇൻ ട്രിയ. ദ സെക്കൻഡ് സെൻറ്റൻസ്, സ്റ്റേഫാൻ വോൺസ് ഇൻ Hamburg. The third sentence, Stefanie wohnt in Hannover. ഈ 3 സെൻറ്റൻസുകൾ വായിക്കാൻ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു വാക്കുകൾ വായിച്ചപ്പോൾ ഇവിടെ ചില അക്ഷരങ്ങൾ നിർത്തിയും ചുരുക്കിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? ഇവിടെ കൊടുത്തിരിക്കുന്ന ആ വാക്കുകൾ ഞാനൊന്ന് പറക്കിയെടുക്കുകയാണ്. ദ ഫസ്റ്റ് വേർഡ് ഹാൻഡ്സ്, ദ സെക്കൻഡ് വേർഡ് ട്രിയ, തേർഡ് വേർഡ് സ്റ്റെഫാൻ, fourth word Hamburg, fifth Stefanie, the last word Hannover. ഇതിലെന്താ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ല? ഓക്കെ, നമുക്ക് ഇതൊന്നും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം.
ഇവിടെ ആദ്യത്തെ വേർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹാൻഡ്സ് എന്നാണ്. ഹാൻഡ്സ് ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനിത് പറയുമ്പോൾ എവിടെയും നിർത്തണില്ല. ശ്രദ്ധിക്കുക, ഹാൻഡ്സ്. ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരൊറ്റ സ്ട്രെച്ചിൽ ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു വേർഡ് ഒരൊറ്റ സിൽബയിൽ വരുന്നതാണ്. ഒറ്റ ഒരു ശ്വാസത്തിൽ നമ്മൾ ഒരൊറ്റ ശബ്ദത്തിൽ നമ്മളത് പറഞ്ഞു. ദ സെക്കൻഡ് വേർഡ് ട്രിയ. ട്രിയ എന്ന് പറയുന്നതും ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു തീർക്കുന്നു. ഇതും ഒരൊറ്റ ശബ്ദമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ഹാൻഡ്സ് എന്ന് പറഞ്ഞപ്പോൾ ഹാ ന് സ് അങ്ങനെ ഞാൻ പറയില്ല. ഹാൻഡ്സ്. സെക്കൻഡ് വേർഡ് ട്രിയ. ഒരൊറ്റ ഇതിലാണ് നമ്മളത് മുന്നോട്ട് പോയത്. ഇനി ഇവിടെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഫാൻ എന്ന് പറയുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, സ്റ്റേഫാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2 സിൽബയായിട്ട് സെപ്പറേറ്റ് ആവുകയാണ്. സ്റ്റേ ഫാൻ. ഒരിക്കലും നമ്മൾ സ്റ്റെഫാൻ എന്ന് പറയണില്ല. എന്താ പറയണേ? സ്റ്റേ ഫാൻ എന്നാണ് പറയണത്. ദെൻ നെക്സ്റ്റ് വേർഡ് ഹാംബുർഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹാംബുർഗ്. ഹാംബുർഗ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ അറിയാം. ഹാംബുർഗ് എന്ന് പറയുമ്പോൾ 2 എണ്ണമായിട്ടാണ് വരിക. അപ്പം നമുക്കതിനെ 2 സിൽബയായിട്ട് നമുക്കിതിനെ മാറ്റാം. ക്ലിയർ? അപ്പോൾ 2 ശബ്ദങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് വേർഡ് സ്റ്റെഫാനി. സ്റ്റെഫാനി. സ്റ്റെഫാൻ വായിച്ചപ്പോൾ നമ്മൾ 2ആയിട്ടാണ് വന്നത്. അപ്പോൾ സ്റ്റെഫാനി എന്ന് പറഞ്ഞപ്പോൾ 3 എണ്ണമായിട്ട് അത് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. സ്റ്റെഫാനി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 3 സിൽബയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ? സ്റ്റെഫാനി. ദ ലാസ്റ്റ് വേർഡ് ഹാനോഫർ. ഹാനോഫർ. അപ്പോൾ 3ആയിട്ട് സ്പ്ലിറ്റായി. ഹാനോഫർ. ക്ലിയർ? ഹാനോഫർ. അപ്പോൾ ഇവിടെ നമുക്കത് 3 എണ്ണമായിട്ട് നമുക്ക് പറയാം. 3 സിൽബയാണ് നമുക്കിവിടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഇനി ഇതെന്താണെന്നാണ് ഇനി പറയാനായിട്ട് നമ്മൾ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സിൽബ്. സിൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു അക്ഷരത്തെയാണ്. അക്ഷരം എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ മൺ എന്നെഴുതിയ വേർഡിന് നമ്മൾ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ലെറ്റേഴ്സ് നമ്മൾ പറയും MAN എന്ന് പറയും. അങ്ങനെയുള്ള അക്ഷരമല്ല. കുറച്ച് നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഹാൻഡ്സ് എന്ന് പറയുന്ന 1 സിൽബയാണ്. സ്റ്റെഫാൻ എന്ന് പറയുന്നത് 2 സിൽബയാണ്. ഇങ്ങനെയുള്ള അക്ഷരങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഒരു സിൽബ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സിൽബ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ്, ഈ സിൽബയെ 2ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ഓക്കെ, ഐൻ സിൽബിക് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മോണോ ആണ്, എപ്പോഴും ഒറ്റയ്ക്ക് വരുന്ന ഒരു ശബ്ദമാണ്. ക്ലിയർ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. മൺ എന്ന് പറയുന്ന ഒരു വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൺ. മൺ. ഓക്കെ, മന് എന്നല്ല പറയണ, മൺ. ഒറ്റ വേർഡായിട്ടാണ് നമ്മൾ അതിനെ ഉച്ചരിക്കുന്നത്. അപ്പോൾ അതൊരു ഐൻ സിൽബിക് ആയിട്ടുള്ള ഒരു വേർഡാണ്. അടുത്തത് കൊടുത്തിരിക്കുന്ന വേർഡ് നോക്കിയേ, ദ്രൈ. ദ്രൈ എന്നല്ല പറയണേ, ദ്രൈ. ഒറ്റ സ്ട്രക്ചറിൽ നമ്മൾ ഒറ്റ വേർഡായിട്ട് ഉച്ചരിക്കുന്നതുകൊണ്ട് അതിനെ ദ്രൈ എന്ന് പറയുന്നത് ഒരു ഐൻ സിൽബിക് ആയിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ അതിനെ നമ്മൾ ഡിഫറെൻ്റ് ചെയ്ത് സ്വൈ സിൽബിക്, ദ്രൈ സിൽബിക് എന്നൊക്കെ നമുക്ക് പറയാം. എങ്കിൽ പോലും നമ്മൾ അത്തരം വരുന്ന 2 എണ്ണം 3 എണ്ണം 4 എണ്ണം ഒക്കെ വരുമ്പം 2 വരുന്നതിനെ നമ്മൾ സ്വൈ സിൽബിക് എന്ന് പറയും. ദ്രൈ ആയിട്ട് 3 എണ്ണം വരുന്നതിനെ ദ്രൈ സിൽബിക് എന്ന് പറയും. ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി പറയും. പക്ഷേ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് 2 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക മേജറായിട്ട്. അപ്പോൾ രണ്ടാമത് പറയുന്നത് മേയർ സിൽബിക് എന്നാണ് പറയുക. ഓക്കെ, മേയർ സിൽബിക്, അത് മേയർ സിൽബിക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതൊരു പോളി ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സിൽബ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ പറയുന്ന മേയർ സിൽബിക് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വേർഡാണ് വോഹയ. ചിന്തിച്ചു ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും അത് സ്പ്ലിറ്റ് ആവുക, 2ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോഹയ. ഓക്കെ, അപ്പോൾ അത് സ്വൈ സിൽബികയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. സ്വൈ സിൽബിക ബിലോങ് ചെയ്യുന്നത് മേയർ സിൽബികയിലാണ്. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്ന വേർഡ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിൽ കോമൻ. വിൽ കോമൻ. വിൽ കോമൻ എന്ന് പറയുന്നത് ഐൻസ് സ്വൈ ദ്രൈ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3. ഓക്കെ, വിൽ കോമൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാവോ? എന്താ എൻ്റെ മീനിങ്? വെൽക്കം എന്ന് പറയുന്നതാണ്. ഇനിയിപ്പം ബൊഹയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. A1 നമ്മൾ ആദ്യം പഠിക്കുന്നു. ബൊഹയ കൊമൻസി എന്ന് ചോദിക്കും. ഓക്കെ, ഫ്രം വെയർ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ മൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാൻ എന്ന് പറയുന്നതാണ്. ദ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രൈ. 3നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അർത്ഥം ഒന്ന് ആഡ് ചെയ്തതാണ്. ഇനി ഇവിടെ വിൽ കൊമൻ എന്ന് പറയുന്നു. വിൽ കൊമനിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, ഫസ്റ്റ് വിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് സിൽബയാണ്. കൊം എന്ന് പറയുന്നത് സെക്കൻഡ് വൺ. എൻ എന്ന് പറയുന്നത് തേർഡ് സിൽബയാണ്. അപ്പോൾ നമുക്കിത് എത്ര വരിക? ദ്രൈ സിൽബിക
വേർഡാണ്. ഓക്കെ, ദ്രൈസിൽബിക്കാണ്. അപ്പം പക്ഷേ ദ്രൈസിൽബിക്ക് നമ്മൾ മേർസിൽബിക് എന്ന് പറയുന്നതിൻ്റെ കീഴിൽ തന്നെ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വേർഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. എന്താണ്? ചോക്കോലേറ്റ് ആണ്. ചോക്ലേറ്റിന് ജർമ്മൻ ഭാഷയിൽ പറയുന്നത് ഷൊക്കോലാഡ് എന്നാണ്. എന്താണ്? ഷൊക്കോലാഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഷോക്കോലാഡ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ, 1 2 3 4. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? ഷോ ഒന്നാമത്തെ ഒരു സിൽബയാണ്, കോ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ, ലാ എന്ന് പറയുന്നത് തേർഡ് വൺ, ദേ എന്ന് പറയുന്നത് ഫോർത്ത് വൺ. അപ്പോൾ ഇത് ഒരുമിച്ച് വായിക്കുമ്പോൾ ഷൊക്കോലാഡ്, ഷൊക്കോലാഡ്. ഇത് വായിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലാഡ് അവിടെ എത്തുമ്പോൾ കുറച്ചും കൂടി ഒരു ആക്സെൻറ്റ് മൂസ്റ്റർ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാ കുറച്ച് സ്ട്രെസ് ചെയ്ത് ബെറ്റോൺ ചെയ്ത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ പിന്നീട് നമുക്ക് കേൾക്കാം. ഇതിപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്ന സിൽബ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഷൊക്കോലാഡ്. ഓക്കെ, ഷൊക്കോലാഡ്. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്? 4 സിൽബയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സിൽബ എന്താണെന്നും ഐൻസിൽബിക എന്താണെന്നും അതുപോലെ തന്നെ മേയർ സിൽബിക എന്താണെന്നുള്ളൊരു ചെറിയ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ടാസ്ക് നിങ്ങൾക്ക് ഞാൻ അസൈൻ ചെയ്യുകയാണ്. ടാസ്ക് ഈസ് ഹിയർ. ഇങ്ങനെയാണ് നമ്മുടെ ടാസ്ക് വരുന്നത്. സുഹൻ എന്ന് പറയുന്നൊരു വേർഡാണ്. ഓക്കെ, സുഹൻ. സുഹൻ എന്ന് പറയുന്ന വേർഡിൽ സുഹ് എൻ നമ്മളിവിടെ കണ്ട് ഇങ്ങനെയാണ്. ഇത് സുഹ് എന്ന് പറയുന്ന ഒരു സിൽബയാണ്, എൻ എന്ന് പറയുന്നത് സെക്കൻഡ് സിൽബയാണ്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന ഇത്രയും വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വേർഡ്സ് നമ്മളുടെ ഈ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട് എത്ര സിൽബ ഉണ്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. കഴിഞ്ഞതിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഈ പേര് എഴുതുക. സുഹൻ എഴുതി, സുഹൻ. സൂഹ് ഒരു ഹൈഫൻ ഇടുന്നു, എൻ ഇടുന്നു. മേയർ സിൽബിക് എന്ന് എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മേയർ സിൽബികനാണെന്ന്. അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ഓരോ വേർഡുകളും വായിച്ചിട്ട് ജസ്റ്റ് ട്രൈ ടു കമൻറ്റ് ഇൻ അവർ കമൻറ്റ് ബോക്സ്. അപ്പോൾ ഈ സിലബ എന്ന് പറയുന്ന പഠിക്കാൻ നമുക്ക് എന്താണ് എളുപ്പവഴി എന്ന് ചോദിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടാവും. എളുപ്പവഴി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ്? ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെയാണ്? കേൾക്കുക, 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 കേട്ടുകൊണ്ടേയിരിക്കുക. പണ്ട് നമ്മളൊരു കമൻറ്റ് പറയുന്നില്ല, കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, റേഡിയോ മാംഗോ 91.9 എന്ന് പറയുന്ന പോലെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ജർമ്മൻ കേട്ടുകൊണ്ടേയിരിക്കൂ. അപ്പോഴേ നമ്മൾ ഇമ്പ്രൂവ് ആവാനായിട്ട് പോകണുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിൽബ പഠിക്കാൻ ഈ ടിപ്പുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ വേർഡ് കേൾക്കുമ്പോഴും ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ സിൽബ അവർ ഫോം ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചു തുടങ്ങുക, പറഞ്ഞു തുടങ്ങുക, പ്രാക്ടീസ് ചെയ്യുക, കേൾക്കുക, പറയുക, പിന്നീട് അങ്ങ് മുന്നോട്ട് പോവുക. ഓക്കെ, ദാൻ auf Wiedersehen.